നമസ്കാരം, ഞാൻ മനു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത്തവണ നമ്മുടെ സ്വന്തം നാടായ കേരളത്തിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം സാധാരണ നമ്മുടെ മനുവെങ്കിലും ഡൽഹി എന്ന യൂട്യൂബ് ചാനലിനകത്ത് നമ്മൾ ഡൽഹിയിൽ നിന്നുള്ള വാഹനങ്ങൾ മാത്രമാണ് വീഡിയോ ചെയ്യാറുള്ളത്. പക്ഷേ ഈ രണ്ട് വാഹനവും അതർ സ്റ്റേറ്റ് വാഹനം തന്നെയാണ്. ഇത് DL ആണ്, ഇത് HR26 ആണ്. അപ്പോൾ ഈ രണ്ട് വാഹനം നമ്മുടെ വാഹനങ്ങൾ തന്നെയാണ്. ഇത് ഞാൻ ഏകദേശം ഒരു 4 കൊല്ലം മുന്നേ ഡൽഹിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള വണ്ടിയാണ്. അപ്പം NOC ഒന്നും എടുത്ത് പേര് മാറ്റില്ല, അവിടെ തന്നെ അഡ്രസ്സ് ഉണ്ടായതുകൊണ്ട് അവിടെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ ഒരു വാഹനം 2 മാസം മുന്നേ എൻ്റെ ഒരു കസിന് വേണ്ടിയിട്ട് വാങ്ങിയ വാഹനമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്ക് പെട്ടെന്ന് തന്നെ വിസ കാര്യങ്ങളൊക്കെ റെഡിയായി, NOC കാര്യങ്ങളൊക്കെ ഇഷ്യൂ ആയി. അപ്പോൾ തന്നെ പുള്ളിക്ക് വിസയും ഒക്കെ റെഡിയായി. അങ്ങനെ പുള്ളി തിരിച്ച് വിദേശത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൊടുക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിൽ കൂടിയാണ്. അപ്പോൾ ഈ രണ്ട് വണ്ടിയും, ഈ ഒരു C220യും ഈ ഒരു ക്രിസ്റ്റ ഇസഡും നമ്മളെ വീഡിയോയ്ക്കകത്ത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ക്രിസ്റ്റയുടെ ഡീറ്റെയിൽസ് തുടങ്ങാം. ഇത് 2017 ഡിസംബർ മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ 18 ജാനുവരിയാണ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. ഈ സെഡ് മാനുവലാണ്, അതായത് ഫുൾ ഓപ്ഷനിൽ വരുന്ന ക്രിസ്റ്റയാണ്. മാനുവൽ വണ്ടിയാണ്. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള വണ്ടിയാണ് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ കിലോമീറ്ററാണ് ഒരു ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറഞ്ഞത്. ഞാൻ എടുക്കുന്ന സമയത്ത് 64,000 കിലോമീറ്റർ ആയിരുന്നു. ഇപ്പോൾ ജസ്റ്റ് ഒരു 3,000 കിലോമീറ്റർ ഞാൻ തന്നെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ 67,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. ത്രൂ ഔട്ട് കമ്പനി സർവീസ് റെക്കോർഡുള്ള വണ്ടിയാണ്. എല്ലാ സർവീസും, എല്ലാ കറക്റ്റ് സർവീസും 10,000 സർവീസ് ഇൻ്റർവെല്ലിൽ, അതായത് 10,000 കിലോമീറ്റർ ഇൻ്റർവെല്ലിനകത്ത് കമ്പനിയിൽ തന്നെ ടൊയോട്ട ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ നിന്ന് തന്നെ സർവീസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്. ഇതൊക്കെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ്, റീപെയിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ടയറും ഒക്കെ നല്ല അടിപൊളി കട്ടയുള്ള ടയറാട്ടോ. കാരണം അത് രണ്ടാമത്തെ ടയറാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ഒരു 90-95% തന്നെ ടയർ ലൈഫ് ബാക്കിയുണ്ട്. എല്ലാ ടയറും നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ബോഡി വൈസ് ആണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നും ഈ ഒരു വാഹനത്തിൻ്റെ മുകളിൽ ചെയ്യേണ്ടതായിട്ടില്ല. ഒരു പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. പിന്നെ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. ടയർ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം കട്ടുള്ള ടയർ തന്നെയാണ് എല്ലാ ടയറും. ഈ ഒരു സൈഡിൽ നിന്നും ജസ്റ്റ് ഒന്നൊരു പോളിഷിംഗ് ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. ചെറിയ മൈനറായിട്ടുള്ള ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളുണ്ട്. അല്ലാണ്ട് റീപെയിൻറ്റിൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പിന്നെ എല്ലാ ഗ്ലാസും ഒറിജിനലാട്ടോ. ഒരു റീപ്ലേസ്മെൻറ്റും ഇതിനകത്തില്ല. എല്ലാ ഡോറൊക്കെ നോക്കുകയാണെങ്കിലും ഫുൾ ഒറിജിനൽ ഡോറാണ്. അതുപോലെ തന്നെ ഈ ഗ്ലാസ്സൊക്കെ എല്ലാ ഡോറും, എല്ലാ ഗ്ലാസും, അതായത് ഫ്രണ്ട് ഗ്ലാസ് ഉൾപ്പെടെ, അത് ഞാൻ പ്രത്യേകം പറയുകയാണ്. കാരണം ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെൻറ്റ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഏതായാലും ഉള്ളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ലോ കിലോമീറ്റർ ഓടിയ വണ്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ക്വാളിറ്റി വാഹനത്തിൻ്റെ മുകളിലുണ്ട്. യാതൊരു തെറ്റുകുറ്റവും ഒന്നും പറയാനില്ലാത്തൊരു വണ്ടിയാണ്. സീറ്റൊക്കെ ആണെങ്കിലും ഇതൊക്കെ സ്റ്റോക്കായിട്ട് വന്നിട്ടുള്ള സീറ്റാണ്. ഈ സെഡ് ഫുൾ ഓപ്ഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ കമ്പനി സീറ്റ് കവറൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും ലോഡഡാണ്. നാവിഗേഷൻ വരെ വരുന്ന വണ്ടിയാണ്. സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരും. 7 സീറ്ററിലാണ് വണ്ടി വന്നിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നും ഇന്ത്യനെ കുറിച്ചൊന്നും പറയാനൊന്നുമില്ല. ആ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ, പുതിയ വണ്ടി എങ്ങനെയാണോ ആ ഒരു കണ്ടീഷനിൽ തന്നെ കിടക്കുന്നൊരു വാഹനം തന്നെയാണ് ഇപ്പോഴും. ഞാൻ പറഞ്ഞ പോലെ തന്നെ എടുക്കുന്നവർക്കൊന്നും നമുക്ക് ഇതിൻ്റെ മുകളിലൊന്നും ചെയ്യാനൊന്നുമില്ല. സെക്കൻഡ് റോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7 സീറ്റർ വണ്ടിയാണ്. അത് പുറകിൽ ക്യാപ്റ്റൻ സീറ്റാണ് വന്നിട്ടുള്ളത്. പുറകിൽ 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ബെഞ്ച് ടൈപ്പ് സീറ്റും. ഫ്രണ്ട് ഗ്ലാസിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞതാണ്. കാരണം നമ്മൾ പൊതുവേ ഡൽഹിയിൽ നിന്നൊക്കെ കാണുന്ന വാഹനങ്ങൾ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെൻറ്റ് കാണാറുണ്ട്. ഇപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഫ്രണ്ട് ഗ്ലാസ് മാറാറുണ്ട്. ഈ ഒരു വാഹനത്തെ സംബന്ധിച്ച് ഫ്രണ്ട് ഗ്ലാസും ഒറിജിനൽ തന്നെയാണ്, റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. അതുപോലെ തന്നെ ക്രാക്കോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ബോഡി ഷേപ്പും ഉള്ള വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബോണറ്റ് കൂടി തുറന്നിട്ട് എഞ്ചിൻ റൂമും കൂടി കാണിച്ചു തരാം. എഞ്ചിൻ റൂമൊക്കെ നല്ല ക്വാളിറ്റിയാണ്. യാതൊരു തട്ടുമില്ല. ഒരു മൈനർ, അതായത് ഒരു ചെറിയൊരു തട്ട് പോലും ഇല്ലാത്ത ഒരു വാഹനം തന്നെ പറയാം. കുറച്ച് ഡസ്റ്റ് കാര്യങ്ങളുണ്ട്. അതല്ലാണ്ട് വേറെ യാതൊരു രീതിയിലുള്ള ആക്സിഡൻറ്റും ഇല്ല. റേഡിയേറ്റർ പട്ടിയാണെന്നുണ്ടെങ്കിലും ക്രോസ് ബമ്പർ ഇങ്ങനത്തെ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ആപ്രോണിൻ്റെ ഈ ഒരു ഏരിയയിലേക്കൊന്നും യാതൊരു അടി കാര്യങ്ങളൊന്നുമില്ല. ലീക്കേജും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ബാറ്ററിയും പുതിയതാണ്. 2025 6 മാസം മാറ്റിയിട്ടുള്ള ബാറ്ററിയാണുള്ളത്. ബോണറ്റും ഒറിജിനൽ ബോണറ്റ് തന്നെയാണ്, റീപ്ലേസ്ഡ് അല്ല. അത് നല്ലൊരു മാനുവൽ ഫുൾ ഓപ്ഷൻ ക്രിസ്റ്റയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു വാഹനം. അപ്പോൾ ഈ ഒരു വാഹനം നിലവിൽ കോഴിക്കോടാണുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ നാട്ടിലുള്ള ആർക്കെങ്കിലും വന്ന് നോക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വന്ന് നോക്കാം. 2017 ഡിസംബർ മാനുഫാക്ചറിങ്, 18 രജിസ്ട്രേഷനുള്ള സിംഗിൾ ഓണർഷിപ്പിലുള്ള 67,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള, റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലാത്ത, ത്രൂ ഔട്ട് ടൊയോട്ട സർവീസ് റെക്കോർഡുള്ള വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനമൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ആളുകൾക്ക് വന്നിട്ട് വണ്ടി കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ ഞാനെന്തായാലും നാളെ ഡൽഹിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നാട്ടിൽ എൻ്റെ ഷോറൂമിൽ എന്തായാലും വണ്ടി ഉണ്ടാവും. അപ്പോൾ ആർക്കെങ്കിലും വന്ന് നോക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ തരാം. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. വിളിച്ചിട്ടെടുത്തില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. പിന്നെ നമ്മൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് മെഴ്സിഡസ് ബെൻസിൻ്റെ C220D ആണ്.
2014 മാനുഫാക്ചറിങ്, 15 രജിസ്ട്രേഷനിലുള്ള വാഹനമാണ്. ഈ ഒരു വാഹനം 2021 22 ആണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരു ഓർമ്മ 22 ആണെന്ന് തോന്നുന്നു. അന്ന് പർച്ചേസ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു 90,000 കിലോമീറ്ററായിരുന്നു ഓടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഏകദേശം ഒരു 10-25,000 കിലോമീറ്റർ ഓടിപ്പോൾ ഒരു 1.15 ആ റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. നല്ല ബോഡി ക്വാളിറ്റി, നല്ല മെക്കാനിക്കൽ പരമായ വർക്കിംഗ് ഒക്കെ ഉള്ളൊരു നല്ലൊരു വാഹനമാണ്. നിലവിൽ ഈ ഒരു വാഹനം സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട് കേട്ടോ. സിംഗിൾ ഓണറിലായിരുന്നു അവിടെ വണ്ടി ഉണ്ടായിരുന്നത്. ഞാൻ പർച്ചേസ് ചെയ്ത് എൻ്റെ പേരിലേക്ക് മാറ്റിയ സമയത്ത് സെക്കൻഡ് ഓണറിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഓൾറൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡി വൈസ് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ചെറിയൊരു സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെറിയൊരു റീപെയിൻറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ ഒരു 60-70% മുകളിൽ നമുക്ക് ടയർ ലൈഫും പറയാം കേട്ടോ. C220D ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു മൈലേജും കിട്ടും കേട്ടോ. നമുക്ക് എന്തായാലും ഒരു 15 കിലോമീറ്ററൊക്കെ എന്തായാലും മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം. ഉള്ളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. ചെറിയ ഡീറ്റെയിലിംഗ് വേണമെങ്കിൽ ഒന്ന് ചെയ്യാം. വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ലൊരു റൂഫ് വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഓപ്പൺ ഏരിയ ആണ് വരുന്നത്. ഡബിൾ ഏരിയ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടിയാണ്. പുറകിലെ സീറ്റും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല വൃത്തിയുള്ള സീറ്റുമാണ്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡിയൊക്കെ ഉണ്ടല്ലേ, ഒന്നും നമ്മൾ ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ബമ്പർ കോർണർ ഏരിയയിലൊക്കെ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ അങ്ങനെ മോശമാക്കിയിട്ട് കൊണ്ടു നടക്കാറില്ല. അപ്പോൾ 2014 മാനുഫാക്ചറിങ്, 15 രജിസ്ട്രേഷനിലുള്ള C220D സെക്കൻഡ് ഓണർഷിപ്പിലുള്ള HR26 രജിസ്റ്റർ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 8,50,000 രൂപയാണ്. 8.5 ലക്ഷം രൂപ NOC റേറ്റ് ആട്ടോ. ഞാൻ NOC എടുത്തു തരും. NOC എടുത്തു തരുന്ന റേറ്റാണ്. അപ്പോൾ ഈ ഒരു വാഹനവും കോഴിക്കോട് തന്നെയാണുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനം വന്ന് നോക്കേണ്ടവർക്ക് നോക്കാം. അപ്പോൾ എന്തായാലും 8,50,000 രൂപ. ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും നെഗോസിയേഷൻസ് നോക്കാം, ജെന്യൂൻ ബയറാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നല്ലൊരു പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു C220D സ്വന്തമാക്കാം. കാരണം അത്യാവശ്യം നല്ലൊരു എൻക്വയറി ഉള്ള മോഡലാണ്. ബെൻസിൻ്റെ ഒരു C ക്ലാസ് എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനും ആ ഒരു സമയത്ത് ഇത് വാങ്ങിയത്. അത്യാവശ്യം ഒരു മൈലേജും അത് കാര്യമായ ഒരു മെയിൻ്റനൻസ് ഒക്കെ വരാത്തൊരു വണ്ടി തന്നെയാണ് ഈ ഒരു C ക്ലാസ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ക്രിസ്റ്റ 1815 C220D 14,50,000 രൂപ, അതുപോലെ തന്നെ 8,50,000 രൂപ. 2 വാഹനവും കോഴിക്കോടുള്ളത്. അപ്പോൾ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഏതായാലും ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. വിളിച്ചിട്ട് എടുത്തിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. നമുക്ക് ഏതായാലും ഇതുപോലുള്ള പുതിയ വീഡിയോയുമായിട്ട് അടുത്ത് തന്നെ ഡൽഹിയിൽ നിന്ന് കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു. ബൈ.